ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജലി. ഞാൻ അഫിഫ. അപ്പോൾ നമ്മൾ ഇപ്പം തുടർച്ചയായിട്ടുള്ള വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപെക്സിനെ പറ്റി പറഞ്ഞു. ഇത് സെയിം വീഡിയോ തന്നെയാണ്, പക്ഷെ ക്രിപ്റ്റോനെ പറ്റിയിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതൊക്കെയാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്ത് അതിനുള്ളൊരു മറുപടിയാണ് ഈ വീഡിയോ. അപ്പോൾ എന്താണ് ക്രിപ്റ്റോ എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു ഡിജിറ്റൽ അസറ്റാണ്. പണം സമ്പാദിക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളൊരു 19 കാലഘട്ടത്തിലൊക്കെ ഈ ക്രിപ്റ്റോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും അറിയില്ല. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ കാലം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ പാട്ട സമ്പ്രദായം, പിന്നെ അങ്ങനെ കുറേ സമ്പ്രദായം വന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, ഗൂഗിൾ പേ ഉപയോഗിക്കുന്നു. ഗൂഗിൾ പേ ഒക്കെ പണ്ടൊക്കെ വന്നപ്പോൾ എല്ലാവരും എതിർത്ത സംഭവമാണ്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ കടകളിൽ വരെ ഈ ഗൂഗിൾ പേ സജീവമാണ്. പ്രായമന്യേ നമ്മൾ ഈ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ, അതായത് ഒരു ക്രിപ്റ്റോ യുഗത്തിലേക്കാണ് നമ്മൾ ഇനി കടന്നു വരാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ സ്റ്റോക്കിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ക്രിപ്റ്റോയിൽ തന്നെ ബിറ്റ് കോയിൻ, എതേറിയം, അങ്ങനെ കുറേ കോയിൻസ് നമുക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ബിറ്റ് കോയിൻ ഇറങ്ങിയപ്പോൾ നമുക്ക് 1000 രൂപയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അവസരം വിനിയോഗിക്കാത്തത് കൊണ്ട് ഇപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 60 ലക്ഷത്തിൻ്റെ അടുത്താണ്. അപ്പം നമ്മൾ ആ ഒരു അവസരം വിനിയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ അത് ഖേദിക്കേണ്ടത്. അപ്പം അതേ അവസരമാണ് ഈ അപെക്സ് ടോക്കണിൽ നമുക്ക് മുന്നിലേക്ക് വന്നത്. ഇതും നമ്മൾ വിനിയോഗിക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഏണിങ്സ് ലഭ്യമാവുക. അഞ്ജലി, അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഒരുപാട് സാധാരണക്കാരായ ആളുകൾ വരാൻ ശ്രമിക്കുന്നുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നമുക്ക് ഈ സാധാരണക്കാരോട് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്രിപ്റ്റോ പറയുന്നത് ഇത് ECG പോലെയാണ്. ഇത് ഉയരുകയും താഴുകയും, പെട്ടെന്ന് ഉയരുകയും പെട്ടെന്ന് താഴുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് അറിയുന്ന ആളോട് അല്ലെങ്കിൽ അറിയാവുന്ന രീതിയിൽ ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ഒരു പ്രോഫിറ്റ് രീതിയിൽ നമുക്ക് കൈ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന അപെക്സ് എന്ന പ്രൊജക്റ്റ് സാധാരണക്കാർക്ക് വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. ശരിക്കും ഈ അപെക്സിൻ്റെ ബേസ് എവിടെയാണ്? ഇതൊരു UK ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ CEO ആരാണെന്ന് വെച്ചാൽ നമ്മൾ മലയാളി ആയിട്ടുള്ള അഭിജിത്ത് മാണിയാണ്. ഈ അപെക്സ് ടോക്കണിൻ്റെ ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ട്? അപെക്സ് ടോക്കൺ മെറ്റാമാസ്കിലും ട്രസ്റ്റ് വാലറ്റിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോയിനാണ്. അത് മാത്രമല്ല 1% മുതൽ 3% വരെ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട് പറയുന്നത്. അത് ഇത്രയും കാലമായിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അതായത് 1% പറയുന്നത് ഈ നമ്മൾ ഇട്ടതിൻ്റെ 1% നമുക്ക് കിട്ടുന്നത്. അതങ്ങനെ ബേസ് ചെയ്ത് പോകുമ്പോൾ ഇത് നല്ലൊരു പ്രൊജക്റ്റാണെന്ന് നമുക്കറിയാം. ഈ അപെക്സ് ടോക്കൺ ബിനാൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബിനാൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ നമുക്ക് വേണം. പക്ഷെ അത് നമ്മളായി വരുന്നതേ ഉള്ളൂ. ചെറിയ കമ്മ്യൂണിറ്റി നമുക്ക് ആയിട്ടുണ്ട്. അത് എത്ര തോതിലാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി മുന്നോട്ട് ജനങ്ങളിൽ എത്തിക്കുമ്പോൾ അത് വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ പ്രോഫിറ്റ് നൽകുന്നതൊക്കെ ട്രേഡിങ്ങിലൂടെ തന്നെയാണല്ലേ? അതെ, ട്രേഡിങ്ങിലൂടെ തന്നെയാണ്. അതായത് ഇവർ പറയുന്നത് പോലെ 1% തൊട്ട് 3% വരെ ആണ്. പക്ഷേ ഇവർ 1%-ൽ താഴോട്ട് ഇതുവരെയായിട്ടും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അതൊന്നും കൂടി പറഞ്ഞു തരാമോ? അതായത് ഇവർ ഷെയർ ഹോൾഡർ ക്ഷണിക്കുന്നുണ്ട്. ഇവർ ഇന്ത്യൻ രൂപി പറയുന്നത് 3,80,000 സംതിങ് ആണ്. അത് ഇത് ഇതിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇതിന് കൂടുതൽ പ്രോഫിറ്റും ബെനിഫിറ്റുകളും നൽകുന്നതാണ്. ഈ 3,80,000 പറഞ്ഞാൽ വലിയ എമൗണ്ട് അല്ലേ? ഈ സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് ഇതിൽ ചെറിയ എമൗണ്ടിൽ ജോയിൻ ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഈ വെറും 4,500 രൂപയ്ക്കാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു അപെക്സ് ടോക്കൺ വാങ്ങുകയും അത് സ്റ്റേക്ക് ചെയ്ത് വെക്കുകയും പിന്നെ അത് സെല് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി, അതായത് ഇത് മാത്രമല്ല, ഇതിൽ 1% തൊട്ടിട്ട് 3% വരെയാണ് ഇവർ പറയുന്നത്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അത്രയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ കാര്യമല്ലേ, ജനങ്ങൾക്ക് ഇതൊരു വലിയൊരു പ്രോഫിറ്റായിട്ട് തന്നെയല്ലേ കിട്ടുന്നത്. ഈ ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, ഒരു ആപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നു. അതേപോലെ തന്നെ ടിക് പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് നമ്മൾ എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്മിൻസിനായിട്ട് അവർ കോൺടാക്ട് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അപെക്സ് ടോക്കണിനെ കുറിച്ച് മനസ്സിലായതോ? അതായത് ഇത്രയേ ഉള്ളൂ. $50 നിങ്ങൾ മുടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം 1% മുതൽ 3% വരെ ലാഭം നേടിയെടുക്കാം. അതല്ല, നിങ്ങൾക്ക് ഈ അപെക്സ് ടോക്കണിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ 3,80,000 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വലിയ ലാഭം തന്നെ നേടിയെടുക്കാം. അതെ,
അഫി പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ വലിയൊരു ലാഭം എന്നതാണ് ഈ അപെക്സ് സ്റ്റോക്കിന്റെ പ്രത്യേകത. ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഈ അപെക്സ് സ്റ്റോക്ക്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും തുടരും. അപ്പോൾ ഇതേ സപ്പോർട്ട് ഇനിയും തുടരണം. അപ്പോൾ ബൈ ഗൈസ്.